എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പാട്ടിലെ സാഹിത്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് 1992 AK ലോഹിതദാസിന്റെ തിരക്കഥയിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത വളരെ മനോഹരമായ ഒരു സിനിമയുണ്ട്. അത് കമലതലമാണ്. അതായത് കേരള കലാമന്ദിരം എന്ന ഒരു സാംസ്കാരിക അല്ലെങ്കിൽ നൃത്ത നാട്യ കലകൾ പഠിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ അന്തരീക്ഷത്തിൽ നന്ദഗോപൻ എന്ന ഒരു നൃത്താധ്യാപകന്റെ കഥ പറയുന്ന സിനിമ. അതിലേറ്റവും സുന്ദരമായ കുറേയധികം പാട്ടുകളുണ്ട്. നന്ദഗോപന്റെ ഭാര്യയെ നന്ദഗോപൻ കൊന്നു എന്ന് വിശ്വസിക്കുന്ന കുറെ ആളുകൾ, അങ്ങനെ കൊല്ലാൻ തനിക്കാവില്ല എന്ന് സഹൃദയനോട് നന്ദഗോപൻ പറയുന്ന വളരെ മനോഹരമായ ഒരു പാട്ടുണ്ട്. ആ പാട്ട് ഒരു ഭാരതപ്പുഴയുടെ തീരത്ത്, നിളാനദിയുടെ തീരത്താണ് അതിൻ്റെ ഒരു അന്തരീക്ഷം. നഷ്ടപ്പെട്ടു പോയ വസന്തത്തെ തിരികെ വിളിക്കുന്ന കാമുകനാണ് ശരിക്കും നായകൻ. നായിക നഷ്ടപ്പെട്ടു പോയ വസന്തമാകുന്ന സുന്ദരിയായ ഭാര്യ. കവിത അല്ലെങ്കിൽ ആ പാട്ടിലെ സാഹിത്യത്തിലേക്ക് നമുക്കൊന്ന് സഞ്ചരിക്കാം. പാട്ട്: സായന്തനം ചന്ദ്രികാലോലമായി, നാലമ്പലം നലമിടും സ്വർഗമായി, മനയോല ചാർത്തി കേളി വസന്തം, ഉണരാത്തതെന്തേ പ്രിയതേ പ്രിയതേ പ്രിയതേ. നൃത്തക്കാരിയായ മനോഹരമായി നൃത്തം ചെയ്യുന്ന വലിയ കണ്ണൊക്കെയുള്ള നായികയോട്, നഷ്ടപ്പെട്ടു പോയ നായികയോട് ഉണരാൻ കാമുകൻ പറയുകയാണ്, നായകൻ പറയുകയാണ്. നിനക്കുള്ള അന്തരീക്ഷം ഇവിടെ ഇതാ ശരിയായിരിക്കുന്നു. സായന്തനം ചന്ദ്രികാലോലമായി. സായന്തനം എന്ന് പറഞ്ഞാൽ വൈകുന്നേര സമയം. ആ നിളാനദിയുടെ തീരം, നൃത്തമണ്ഡപം ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടാകും. സായന്തനം ചന്ദ്രികാലോലമായി, നാലമ്പലം നലമിഴും സ്വർഗമായി. നാലമ്പലം നൃത്തക്കളം നിർത്താൻ, അമ്പലം എന്നുള്ളതിനേക്കാൾ ഉപരി നൃത്തം ചെയ്യുന്ന കലാമന്ദിരം. ആ കലാമന്ദിരം അല്ലെങ്കിൽ ആ നൃത്തക്കളം, നൃത്തമണ്ഡപം സ്വർഗത്തിന് സമാനമായി. സ്വർഗത്തെങ്ങനെയാണോ അതുപോലെ. മനയോല ചാർത്തി കേളി വസന്തം. മനയോല എന്ന ഇതിലെ ഓരോ പദങ്ങളും വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില പദങ്ങളുണ്ട്. മനയോല എന്നൊരു പ്രയോഗമുണ്ട്. മനയോല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കഥകളിക്കും മറ്റും ചുട്ടി കുത്തുന്ന സമയത്ത് മുഖത്ത് കൂടുതലും മഞ്ഞ ഷെയ്ഡ് വരുന്നതിന് വേണ്ടി വരച്ചു ചേർക്കുന്ന ചായക്കൂട്ടം മനയോല. അപ്പോ സന്ധ്യാസമയം ആ നിളാനദിയുടെ തീരം, ആ തീരത്ത് മനയോല ചാർത്തി നിൽക്കുകയാണ് വസന്തം. മനയോല എന്ന് പറഞ്ഞാൽ ആ അന്തരീക്ഷത്തിന്റെ നിറം ചന്ദ്രന്റെ ഭംഗിയുള്ള മഞ്ഞ കലർന്ന നിറത്തിൽ ആ നിലാവ് അവിടെ മുഴുവൻ ഇങ്ങനെ വ്യാപിച്ചു നിൽക്കുകയാണ്. മനയോല ചാർത്തി കേളി വസന്തം. മനയോല ചാർത്തിക്കൊണ്ട് ആ മഞ്ഞ നിറത്തിലുള്ള പ്രകാശം നിറച്ചുകൊണ്ട് വസന്തം ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. എന്നിട്ടും ഉണരാത്തതെന്തേ പ്രിയതേ പ്രിയതേ, നീ എന്താണ് എൻ്റെ അരികിലേക്ക് വരാത്തത്, എന്താണ് ഉണർന്നു വരാത്തത് എന്ന് ചോദിക്കും. അടുത്ത 4 വരി: വില്വാർദ്രിയിൽ തുളസീദളം ചൂടാൻ വരൂ മേഘമായി, ശാലീനയായി പൊന്നാതിര പൂ തേടുമീ തെന്നലും, നീ ഒരുങ്ങും അമരരാത്രിയിൽ തിരുവരങ്ങിൽ അമൃതവർഷമായി, പനനീർ തളിക്കുവാൻ ഇന്ദ്രദൂതുമായി വന്നു. നല്ല സുന്ദരമായ വരികളാണ്. കണ്ണടച്ചിരുന്ന് നമ്മൾ ഈ പാട്ട് കേൾക്കണം. അതായത് വില്വാർദ്രി എന്ന് പറയുന്നത് തിരുവല്ലാമല ക്ഷേത്രമാണ്. ആ തിരുവല്ലാമല ക്ഷേത്രത്തിന്റെ പ്രത്യേകത, അത് ആ നിളാനദി കാണാവുന്ന രൂപത്തിൽ ഏകദേശം 100 മീറ്റർ ഉയരത്തിൽ ആ നിളാനദിക്ക് കുറച്ചകലെയായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. അവിടുത്തെ തുളസീദളം, തുളസി വിശുദ്ധിയുടെയും പരിശുദ്ധിയുടെയും പ്രതീകമാണ്.
അർച്ചനയ്ക്ക് തുളസി ആണ് അവിടെ കൂടുതലായിട്ട് എടുക്കുന്നത്. ആ പൂവിനോടൊപ്പം അവിടുത്തെ ഒരു പ്രത്യേകത വില്വം എന്ന് പറഞ്ഞാൽ കൂവളം എന്നാണ് ശരിക്കും. കൂവളം, അദ്രി എന്ന് വെച്ചാൽ പർവ്വതം അല്ലെങ്കിൽ ചെറിയ കുന്നെന്നൊക്കെ അർത്ഥമെടുക്കാം. വില്വാദ്രി എന്നുള്ള പേര് വരുന്നതും ആ പേരിന് കൂവളവുമായിട്ട് ബന്ധം വരുന്നതൊക്കെ ആ ക്ഷേത്രത്തിന്റെ വലിയൊരു സംസ്കാരം പറയാറുണ്ട്. പക്ഷെ അതിനിവിടെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. എങ്ങനെയാണ് ആ പേര് വന്നത്, ആ പേരിന്റെ അർത്ഥം എന്താണ്, അതിന് ശിവനുമായിട്ട് വല്ല ബന്ധമുണ്ടോ? അവിടുത്തെ പ്രതിഷ്ഠ ശരിക്കും ശ്രീരാമനും ലക്ഷ്മണനും അഭിമുഖമായിട്ട് കിട്ടുന്ന ഒരു പ്രതിഷ്ഠയാണ് വില്വാർദ്രി, തിരുവല്ലാമല ക്ഷേത്രം. അപ്പൊ അവിടെ വില്വാർദ്രിയിൽ തുളസീദളം ചൂടാൻ വരികയാണ് മേഘങ്ങൾ. വില്വാർദ്രിയിൽ തുളസീദളം ചൂടാൻ വരൂ മേഘമായി, നീ മേഘത്തെ പോലെ നൈർമല്യമായിട്ട് തുളസിയുടെ ഇതള് ചൂടാനായിട്ട് വരിക. ശാരീനയായി പൊന്നാതിര പൂതേടുമീ തെന്നൽ. അതേ അവസരത്തില് തെന്നൽ കാറ്റ് ശാലീനയായിട്ട് പൊന്നാതിരപ്പൂ തേടിയിങ്ങനെ വരികയാണ്. നീ ഒരുങ്ങി നിൽക്കുന്ന അമരരാത്രിയിൽ, നീ നൃത്തത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്ന അമരരാത്രി. രണ്ടർത്ഥമുണ്ട്. അമരരാത്രി എന്ന് പറഞ്ഞാൽ ദേവരാത്രി എന്നൊരർത്ഥമുണ്ട്. മറിച്ച് മരണമില്ലാത്ത രാത്രി, എന്നെന്നും നിലനിൽക്കുന്ന, അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന രാത്രിയിൽ. പിന്നെയോ തിരുവരങ്ങിൽ അമൃതവർഷമായി. അരങ്ങത്ത് അമൃതിന് തുല്യം മഴ ഇങ്ങനെ പെയ്ച്ചുകൊണ്ട്, അമൃതിന് തുല്യം മഴ പെയ്ച്ചുകൊണ്ട് പനനീർ തളിക്കുവാൻ ഇന്ദ്രദൂതുമായി വന്നു. പനനീർ തളിക്കാൻ ഇന്ദ്രന്റെ ദൂതുമായിട്ട് വരികയാണ്. അവിടെ രണ്ടർത്ഥമുണ്ട്. ഒന്ന് കാമുകൻ പറയുകയാണ്, അല്ലെങ്കിൽ നായകൻ പറയുകയാണ്, അല്ലെങ്കിൽ നന്ദഗോപൻ പറയുകയാണ്, നീ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി ശാലീന സുന്ദരിയായിട്ട് തിരുവരങ്ങിൽ നൃത്തത്തിന് തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ ഞാനിതാ നിനക്ക് പനനീർ തളിക്കുവാനായിട്ട് തയ്യാറെടുത്ത് നിന്റെ നൃത്തം കാണാൻ ഞാനിതാ വന്ന് നിൽക്കുകയാണ്. മറ്റൊന്ന്, തെന്നല് ദശപുഷ്പം ചൂടിയിട്ട്, ധനുമാസത്തിലെ തിരുവാതിരയിൽ ദശപുഷ്പം ചൂടിയിട്ട്. ധനുമാസത്തിലെ തിരുവാതിരയുടെ പ്രത്യേകത ആകാശത്തില് നല്ല മനോഹരമായ നിലാവുണ്ടായിരിക്കും. സ്ത്രീകൾ ഉറങ്ങാതെ കാമദേവനെ പ്രകീർത്തിച്ചുകൊണ്ട് വ്രതങ്ങളൊക്കെ എടുത്ത് തിരുവാതിര ആഘോഷിക്കുന്നുണ്ട്. ആ സമയത്ത് ദശപുഷ്പം ചൂടിയാണ് സ്ത്രീകൾ തിരുവാതിര പോലുള്ള കളികളൊക്കെ കളിക്കുന്നത്. ഇവിടെ തെന്നലാണ്, കാറ്റാണ്. നീ അണിഞ്ഞൊരുങ്ങി നിൽക്കാൻ പോകുന്ന നൃത്ത മണ്ഡപത്തിലേക്ക് വരുന്നത്. ശാലീനയായി പൊന്നാതിരപ്പൂവം തേടും ഈ തെന്നൽ എന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്. കൈതപ്പുറം ദാമോദര നമ്പൂതിരി മാഷിന്റെ വളരെ സുന്ദരമായ വരികളാണ്. അതിനേക്കാൾ സുന്ദരമായിട്ട് രവീന്ദ്രൻ മാഷ് സംഗീതം നൽകിയിരിക്കുന്നു. ശങ്കരാഭരണം രാഗത്തിലാണ് ഈ പാട്ട് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. വ്യത്യസ്ത ഭാവങ്ങൾ വരുന്നു. അപ്പോ അത്രയും സുന്ദരമായിട്ട് ഈ സിനിമയെ ഈ പാട്ടിനെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ വരികൾ അത്രയും സുന്ദരമായതുകൊണ്ടാണ്. അപ്പോ പറയാണ്, ശാലീനയായി പൊന്നാതിര പൂ തേടുമീ തെന്നലും, നീ ഒരുങ്ങി നിൽക്കുന്ന ഈ മനോഹരമായ തിരുവരങ്ങിൽ അമൃതിന് തുല്യമായ മഴ പെയ്ച്ചുകൊണ്ട് പനനീർ തളിക്കുവാൻ ഇന്ദ്രദൂതുമായി വന്നു. അപ്പൊ ഇവിടെ വന്നത് നന്ദഗോപൻ മാത്രമല്ല, തെന്നലും വന്നിട്ടുണ്ട്. നിന്റെ നൃത്തം കാണും. അവൾ എങ്ങനെയാണ് ദശപുഷ്പം തേടിക്കൊണ്ട്, അമൃതിന് സമാനമായ വർഷം ചൊരിഞ്ഞുകൊണ്ട്, മനോഹരമായ നിലാവ് ചൊരിഞ്ഞുകൊണ്ട്, പൂക്കളുടെ ഗന്ധം നിറച്ചുകൊണ്ട് നീ നൃത്തം ചെയ്യുന്നത് കാണാനായിട്ട് വന്നിരിക്കുക. ഇനിയാണ് കാമുകൻ പറയുന്നു, നീ ആരായിരുന്നു? ഋതുവീണതൻ കരുണാദ്രമാം ശ്രീരാഗമേ എങ്ങു നീ എവിടെയാണ്? നീ ആരാണ്? ഋതു വീണ, ഋതു എന്ന് പറഞ്ഞ ഋതുക്കളാണ്. ഋതുവിനെ, പ്രകൃതിയിലെ ബിംബങ്ങളെ മനുഷ്യഭാവം നൽകി കവി അവതരിപ്പിച്ചു. ഋതുവീണയിൽ കരുണാർദ്രമായ രാഗം, സ്നേഹവും കരുണയും രാഗമായി ചൊരിഞ്ഞ ശ്രീരാഗം. ശ്രീരാഗം മനോഹരമായ സംഗീതമാണ്. അതൊരു രാഗം തന്നെയാണ്.
അത് മനസ്സിനെ ഭക്തിയുടെയും ആനന്ദത്തിന്റെയും അവസ്ഥയിൽ എത്തിക്കുന്ന, പ്രണയത്തിന്റെ ആർദ്രത നിറഞ്ഞ ഭാവങ്ങളെ ഉണർത്തുവാൻ കഴിയുന്ന രാഗമാണ്. നീ ആരായിരുന്നു? ഋതുവീണയിൽ, പ്രകൃതിയാകുന്ന ഋതുക്കളാകുന്ന വീണയിൽ എന്താണ്? കരുണാർദ്രമാം ശ്രീരാഗമാണ്. കരുണ നിറഞ്ഞിരിക്കുന്ന മനോഹരമായ ഐശ്വര്യം നിറഞ്ഞ രാഗമായിരുന്നു. രാഗത്തിന് മൂന്നർത്ഥമുണ്ട്. ഒന്ന് പാട്ടെന്നർത്ഥം, മറ്റൊന്ന് ചുവപ്പെന്നർത്ഥം, മറ്റൊന്ന് സ്നേഹം, പ്രണയം എന്നൊക്കെ അർത്ഥം. അപ്പൊ നീ കരുണ നിറഞ്ഞ എൻ്റെ രാഗമായിരുന്നു. അങ്ങനെയുള്ള നീ എവിടെയാണ്? എങ്ങും നീ. പിന്നെയോ അതോടൊപ്പം തന്നെ പറയുന്നുണ്ട്, അതായത് ഋതുവീണയിൽ കരുണാർദ്രമാം ശ്രീരാഗമേ എങ്ങു നീ, കുളിരോർമ്മയിൽ പദമാടുമൻ പ്രിയ രാധികെ എങ്ങു നീ എന്ന് ചോദിക്കും. കുളിരോർമ്മയിൽ പദമാടുന്ന പ്രിയ രാധികെ എവിടെയാണ് നീ? എൻ്റെ മനോഹരമായ കുളിർമയുള്ള ഓർമ്മയിൽ നൃത്തക്കാര് പദങ്ങള് ആടുക, അഭിനയിക്കുക. എൻ്റെ കുളിരാകുന്ന മനോഹരമായ ഓർമ്മയിൽ പദമാടുന്ന ആരാണ്? കൃഷ്ണന്റെ രാധയെ പോലെയുള്ളവളെ, പ്രിയ രാധികേ നീ എവിടെയാണ്? കൃഷ്ണന്റെ രാധയെ പോലെയുള്ള പ്രിയ രാധികേ. ആ നായിക, നായകൻ, അവരുടെ പ്രത്യേകത എന്ന് പറയാ സുമംഗല എന്നാണ് നായികയുടെ പേര്. നന്ദഗോപൻ എന്നാണ് നായകന്റെ പേര്. നായകൻ അവളെ വിളിക്കുന്നത് കൃഷ്ണന്റെ പ്രിയ രാധികയായിട്ടുള്ളവളെ, അല്ലെങ്കിൽ എൻ്റെ രാധികയായിട്ടുള്ളവളെ. കൃഷ്ണൻ ഏറ്റവും തീവ്രമായ സ്നേഹം, കൃഷ്ണന്റെ ഹൃദയം വെന്ത് ഉരുകിയത് രാധയെ കുറിച്ച് ഓർക്കുമ്പോഴാണ്, മറ്റുള്ള ഭാര്യമാരെ കുറിച്ച് ഓർക്കുമ്പോഴല്ല. കൃഷ്ണന്റെ രാധയും എന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കുറെ ഈ വീഡിയോ ഷാജി മഞ്ചേരി എന്ന യൂട്യൂബിൽ കിടക്കുന്നു. അതിനകത്ത് ഈ രാധയുടെയും കൃഷ്ണന്റെയും പ്രണയത്തിന്റെ തീവ്രതയും പ്രത്യേകതയും, എങ്ങനെയാണ് രാധയും കൃഷ്ണനും ഇങ്ങനെ വലിയൊരു ബിംബമായി മാറിയതൊക്കെ വിശദമായിട്ട് പറയുന്നു. അതിന്റെ ലിങ്ക് ആവശ്യമുള്ളവർ ചോദിച്ചാൽ ഞാൻ കമന്റായിട്ട് ഇട്ട് തരാം. ഇവിടെ സുമംഗലയെ, തൻ്റെ നായികയെ, തൻ്റെ ഭാര്യയെ, മരിച്ചുപോയവളെ, എന്താ അവൾ എങ്ങനെയായിരുന്നു, തനിക്ക് ആരായിരുന്നു, അവളെ വിളിക്കുകയാണ്. എന്താണ്? കുളിർ ഓർമ്മയിൽ, എൻ്റെ ഓർമ്മയിൽ വന്നിട്ട് പദമാടുന്ന പ്രിയരാധികെ എങ്ങു നീ, നിൻ പ്രസാദ മധുര ഭാവം ഇവിടെ. നിന്റെ പ്രസാദാത്മകമായ മധുരിക്കുന്ന ആ ഒരു ഭാവമുണ്ട്, കണ്ടാൽ ഇഷ്ടം തോന്നുന്ന ഒരു ഭാവം, അതെവിടെയാണ്? നിൻ പ്രസാദ മധുര ഭാവം എവിടെ? നിൻ വിലാസ നയ തരംഗം എവിടെ? നിന്റെ നോട്ടമാകുന്ന വിലാസ നയ തരംഗം, നിന്റെ നോട്ടമാകുന്ന സ്നേഹാർദ്രമായ നോട്ട തരംഗം, തിരമാലകളെ പോലെ എന്നാണ്. തിരമാലകളെ പോലെ മുറിയാതെ ഒന്നിനു പുറകെ ഒന്നായിട്ട് സന്തോഷം നൽകുന്ന നിന്റെ നോട്ടം എവിടെ? ഒന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവളെ, എന്നെ പ്രിയപ്പെട്ടവളെ, ഏറ്റവും അവസാനത്തെ വരിയിലാണ് ഇതെല്ലാം കൂടെ ചേർക്കുന്നത്. പ്രിയപ്പെട്ടവളെ, എൻ ഉൾച്ചിരാതിൽ ദീപനാളമായി പോരൂ നീ. എൻ ഉൾച്ചിരാതിൽ നീ ദീപനാളമായി പോരും. ഉൾച്ചിരാത്, ചിരാതെന്ന് വെച്ചാൽ മൺവിളക്കാണ്, അല്ലെങ്കിൽ വിളക്കാണ്. ഇവിടെ വിളക്കെന്ന് പറഞ്ഞാൽ എൻ്റെ ഉൾച്ചിരാതാണ്, എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കത്താൻ വെമ്പലായിട്ട് നിൽക്കുന്ന മനസ്സാണ്, നിന്നെയോർത്ത് മാത്രം നിൽക്കുന്ന മനസ്സാണ്. ആ മനസ്സിൽ നീ ദീപനാളമായിട്ട് വരും. ദീപനാളമായിട്ട് വന്നിട്ട് എൻ്റെ മനസ്സിൽ കുടിയിരിക്കുക. ലോകത്തൊരുപക്ഷെ ഒരു കാമുകനും ഇങ്ങനെ കാമുകിയോട് പറഞ്ഞിട്ടില്ല, എൻ്റെ ഹൃദയത്തിലെ വിളക്കായിട്ട് വന്ന് നീ അവിടെ അങ്ങനെ തെളിഞ്ഞു നിൽക്കുക. സായന്തനം ചന്ദ്രികാലോലം. ഈ പാട്ടിന്റെ മറ്റു ചില ബിംബങ്ങളുണ്ട്. അത് പ്രകൃതിയുടെ ഭാവങ്ങൾ പ്രണയത്തിലൂടെയും അതിൻ്റെ പ്രണയഭാവ ആർദ്രതയും ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ഭക്തിയുണ്ട് ഇതിൻ്റെ അകത്ത്. നാലമ്പലം, വില്ലുവാർദ്രി, തുളസീതളം എന്നുള്ള ചില പ്രയോഗങ്ങളുണ്ട്. ഇത് അറിഞ്ഞോ അറിയാതെയോ അല്ല, അറിഞ്ഞുകൊണ്ട് തന്നെ കവി ചെയ്യുന്ന കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി മാഷ് വളരെ അറിഞ്ഞുകൊണ്ട് ചെയ്തിരിക്കുന്ന ഭക്തിയും പ്രണയവും ഉണ്ട്.
അതിൽ ഭക്തിയുടെ വഴികളായിട്ടുള്ള മൂന്നാല് പദങ്ങൾ അവിടെ ഇവിടെയായിട്ട് ഇങ്ങനെ കുറുത്ത് വെച്ചിട്ടുണ്ട് മാലയിൽ. അതിലൊന്ന് ഇതാണ് നാലമ്പലമാണ്. നാലമ്പലത്തിന് നമ്മൾ കരുതുന്നതിനേക്കാൾ വലിയ അർത്ഥമുണ്ട്. നൃത്തക്കളം എന്നുള്ളതിനപ്പുറം ക്ഷേത്രം എന്നൊരർത്ഥം, നാലമ്പല ദർശനം എന്നൊരു അർത്ഥമുണ്ട്. മറ്റൊന്ന് ഈ വില്ലുവാർദ്രി തിരുവല്ലാമല ക്ഷേത്രം, ആ ക്ഷേത്രത്തിന്റെ ഒരു സംസ്കാരം. ആ ക്ഷേത്രത്തിൽ നിന്ന് നോക്കിയാൽ നിളാനദി ഇങ്ങനെ ഒഴുകാം. ആ നിളാനദിയുടെ തീരത്താണ് ഈ പറഞ്ഞിരിക്കുന്ന കേരള കലാമന്ദിര എന്ന് പറയുന്ന ആ നൃത്തം, സംഗീതം, നാട്യം, കലകളൊക്കെ പഠിപ്പിക്കുന്ന വിദ്യാമന്ദിരമുള്ളത്. കഥയിൽ, സിനിമയിൽ യഥാർത്ഥത്തിൽ കലാമണ്ഡലമാണ്. കലാമണ്ഡലത്തിന്റെ പശ്ചാത്തലത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ അവിടെ ഭക്തിയുടേതായ ചില പദങ്ങളെ അതിൻ്റെ അകത്ത് ഇങ്ങനെ സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നാലമ്പലം, പിന്നെ വില്ലുവാർദ്രി, തുളസീതളം. എന്നാൽ ഈ സിനിമ കലാകാരന്റെ, നൃത്താധ്യാപകനായ നന്ദഗോപന്റെ കഥയാണ് പറയുന്നത്. കലയുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട്. അങ്ങനെ കലയുമായിട്ട് അഭേദ്യമായ ബന്ധമുള്ളത് കൊണ്ട് കലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില പദ പ്രയോഗങ്ങളുണ്ട്. മനയോല, തിരുവരങ്ങ്, പദമാടുക. മനയോല, തിരുവരങ്ങ്, പദമാടുക, ഇതെല്ലാം ആ കലയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതോടൊപ്പം തന്നെ സ്വർഗീയമായ ഒരു അന്തരീക്ഷം ആ സിനിമയിലും ആ പാട്ടിലും ആ പാട്ടിന്റെ അന്തരീക്ഷത്തിലും താനും ഭാര്യയുമായിട്ടുണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന സ്വർഗീയമായ പദസൗകുമാര്യം നിറഞ്ഞിരിക്കുന്ന 3 പദങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അതിലൊന്ന് ഇന്ദ്രദൂത്, മറ്റൊന്ന് അമൃതവർഷം, പിന്നൊന്ന് ദീപനാളം. ഇന്ദ്രന്റെ ദൂത്, അമൃതവർഷം, ദീപനാളം. ഇത് ആ പാട്ടിന് സ്വർഗീയമായ ഒരു അലൗകികമായ ഒരു അനുഭൂതി തലം കൊടുക്കുവാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഋതുക്കളെ വീണയായിട്ട് കൽപ്പിച്ച് മാറി മറുന്ന നന്ദഗോപരുടെ ജീവിതത്തിൽ, നന്ദഗോപന്റെ ജീവിതത്തിൽ വന്ന ആ ഓരോരോ മാറ്റങ്ങളുണ്ട്. ഭാര്യ അവിടെ ആദ്യകാലത്ത് അധ്യാപകനായിരുന്നപ്പോൾ മദ്യപിക്കാത്ത വളരെ സുന്ദരനായ, എല്ലാവർക്കും ഇഷ്ടമുള്ള നന്ദഗോപൻ. അതിനുശേഷം ആ ഋതുവൊന്ന് മാറി. ഋതുക്കൾക്ക് മാറുമ്പോൾ നമ്മുടെ പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റം പോലെ നന്ദഗോപന്റെ ഭാര്യ കല്യാണം കഴിക്കുന്ന, ഭാര്യയെ കല്യാണം, അല്ലെങ്കിൽ അവിടെ കല്യാണം കഴിക്കുന്ന സുമംഗലയെ, ആ ഒരു ജീവിതം. വീണ്ടും ഋതു മാറുന്നു. അതാണ് നന്ദഗോപന്റെ ആ ഭാര്യയോടൊത്തുള്ള ഭാര്യ മരിച്ചതിന് ശേഷമുള്ള മദ്യപാനിയായ, കുഴപ്പക്കാരനായ ഒരു അധ്യാപകൻ എന്ന് കാലം കരുതുന്ന, ലോകം കരുതുന്ന തരത്തിലുള്ള മറ്റൊരു ഋതു. അങ്ങനെ ഋതുക്കളെ കൊണ്ട് അതിനുശേഷം വീണ്ടും അധ്യാപകനായിട്ട് വന്ന് കുട്ടികളുടെ പ്രിയപ്പെട്ടവരായിട്ട് മാറുന്ന ആ അധ്യാപകൻ. വീണ്ടും ഋതു മാറുന്നു, മരണത്തിലേക്ക് പോകുന്നു. അങ്ങനെ ഋതുക്കളുടെ ഒരു സംക്രമണത്തെ വളരെ ഭംഗിയായിട്ട് ഈ പാട്ടിൽ ഒളിച്ചു വെച്ചിരിക്കുന്നു. അങ്ങനെ നഷ്ടപ്പെട്ടു പോയ വസന്തത്തെ തിരികെ വിളിക്കുന്ന കാമുകൻ. ആ വസന്തം എന്ന് പറയുന്നത് തൻ്റെ പ്രണയിനിയായിരുന്നു. അവൾ മരിച്ചു പോയെങ്കിലും തൻ്റെ ഉള്ളിൽ മരിക്കാതെ അങ്ങനെ നിൽക്കുകയാണ്. ആ നിൽക്കുന്ന അവസ്ഥയെ ഇത്ര സുന്ദരമായിട്ട് ഈ പാട്ടിലൂടെ കവി അന്വയിപ്പിച്ചു വെച്ചിരിക്കുന്നു, സന്നിവേശിപ്പിച്ചു വെച്ചിരിക്കുന്നു. ഇത്തരം വരികൾ കേൾക്കുമ്പോൾ അതിലെ വീഡിയോ കാണാതെ വെറുതെ ആ വരിയൊന്ന് ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കുക. അതിങ്ങനെ നിശബ്ദതയിൽ കണ്ണുമടച്ചിരുന്ന് ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്കറിയാതെ ആ നാലമ്പലവും ആ നിളാനദിയും ഭാരതപ്പുഴയും നിലാവും വില്ലുവാർദ്രി ക്ഷേത്രവും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയും നമ്മൾ അലൗകികമായ ഒരു അനുഭൂതിയിലേക്ക് എത്തുകയും ആ നായകനും നായികയും നമ്മളോടൊപ്പം വന്ന് ചേരുന്നതായിട്ട് തോന്നുകയും ചെയ്യും. ഇതാണ് അക്ഷരത്തിന്റെ മാജിക്ക്. ആ മാജിക്ക് ഈ സിനിമയിലെ, ഈ പാട്ടിലെ, ഈ പാട്ടിന്റെ സാഹിത്യത്തിലെ കൈതപ്ര ദാമോദരൻ നമ്പൂതിരി മാഷ് സന്നിവേശിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയും അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ നമസ്കരിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി. ഞാൻ ഷാജി മഞ്ചരി. വീണ്ടും നമുക്ക് പാട്ടിലെ സാഹിത്യമായിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.